കാത്തിരിപ്പുകൾക്കൊടുപ്പം ലോക ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് കിക്ക് ഓഫ്. മെക്സിക്കോ സിറ്റിയിൽ ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും ഏറ്റുമുട്ടുന്നതോടെ 1.5 മാസക്കാലത്തെ കാൽപന്തുത്സവത്തിന് തുടക്കമാവുകയാണ്. 48 ടീമുകൾ മത്സരിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിനാണ് അമേരിക്കയിൽ തുടക്കമാകുന്നത്. അമേരിക്കയിൽ നിന്ന് മീഡിയ വണ്ണിന് വേണ്ടി റിയാസ് പുതുമന ചേരുന്നുണ്ട്. റിയാസ്, അങ്ങനെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ലോകം എല്ലാവരും ഒന്നടങ്കം തന്നെ, ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം തന്നെ ഇനി കാത്തിരിപ്പുകളുടെ നിമിഷങ്ങൾ കുറഞ്ഞുവെന്ന ആകാംക്ഷയിലാണ്. ലോകം ഒന്നടങ്കം ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങുന്നൊരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആവേശം? തീർച്ചയായും ഇവിടെ നമുക്കറിയാം 3 രാജ്യങ്ങളിലാണ് ഇപ്രാവശ്യം വേൾഡ് കപ്പ് നടക്കുന്നത്. മെക്സിക്കോ, കാനഡ, USA. അതിൽ തന്നെ പ്രധാനമായും US-ലാണ് മെയിൻ കളികളൊക്കെ നടക്കുന്നത്. 11 സ്റ്റേഡിയങ്ങളാണ് US-ലുള്ളത്. അതുപോലെ മെക്സിക്കോയിലും കാനഡയിലുമായി 5 സ്റ്റേഡിയങ്ങൾ വേറെ, അങ്ങനെ ടോട്ടൽ 16 സ്റ്റേഡിയങ്ങളിലാണ് കളി നടക്കുന്നത്. അപ്പൊ ഇന്ന് US ടൈം 3 PM മെക്സിക്കോയിൽ ആദ്യ കളി ആരംഭിക്കും. നമുക്കെല്ലാവർക്കും മെക്സിക്കോയിലാണ് ഇന്ന് നടക്കുന്ന 2 മത്സരങ്ങളും. നാളെയാണ് US-ന്റെ ആദ്യ കളി. US-ന്റെയും പരാഗ്വേയും തമ്മിലുള്ള ഫസ്റ്റ് മാച്ച് നാളെയാണ് US ടൈമിങ്ങിൽ നടക്കുന്നത്. അപ്പൊ ഇന്ന് 2 കളികളും മെക്സിക്കോയിലായത് കാരണം നമുക്ക് പക്ഷേ ഫാൻ ഫെസ്റ്റിവൽ ഒക്കെ ആയിട്ട് കാണാനുള്ള അവസരം ഇവിടെ ഉണ്ട്. പക്ഷെ നാളെയാണ് US-ന്റെ മെയിൻ കളികൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ ഒരു വലിയ ആരവത്തിന് തുടക്കമിടുകയാണ്. ഇത് ഒരു നല്ല ആവേശത്തിലാണ്, വളരെ എക്സൈറ്റഡ് ആണ് മാച്ചുകളൊക്കെ കാണുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം വലിയൊരു ശക്തമായൊരു ടീമാണ് രണ്ടുപേരും തന്നെ. അപ്പം ഇന്നത്തെ ഒരു പോരാട്ടം എങ്ങനെ വേണം വിലയിരുത്താൻ? തീർച്ചയായും ഈ മെക്സിക്കോയിലെ ഒരു സ്റ്റേഡിയത്തിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നത് 3rd ടൈമിൽ ഈ കിക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹിസ്റ്ററി കൂടി ഉണ്ട്. 3rd ടൈമിൽ മെക്സിക്കോയിലെ സെയിം സ്റ്റേഡിയത്തിൽ പിന്നെ പല ഹിസ്റ്ററികളും നടന്ന സ്റ്റേഡിയമാണ്. അപ്പോൾ പിന്നെ വളരെ വിപുലമായ ഇനോഗ്രേഷൻ പരിപാടികളൊക്കെയാണ് അവിടെ പിന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മെക്സിക്കോ നമുക്കറിയാം പല സമയത്തും സെമി ഫൈനലിൽ വരെ എത്തിയ ടീമാണ്. ദക്ഷിണാഫ്രിക്കയും വളരെ നല്ല ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്ഘാടന മത്സരം വളരെ ശക്തമായ മത്സരം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ്. അപ്പം എന്തായാലും ഉദ്ഘാടനത്തിന് മത്സരത്തിന് മുന്നോടിയായി എന്തായാലും വിപുലമായ പരിപാടികളൊക്കെ അവിടെ ഉണ്ടല്ലോ, ഒരുപാട് സംഗീത പരിപാടികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ എന്തൊക്കെയാണ്, മുന്നോടിയായുള്ള വരവേൽപ്പ് എങ്ങനെയാണ്? അതെ, ഇപ്രാവശ്യം അവർ വളരെ വലിയ രീതിയിലുള്ള സംഗീത പരിപാടികളൊക്കെ നമുക്കറിയാം. ഷാക്കിറിന്റെ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പിന്റെ അതുപോലെ തന്നെ ഇപ്രാവശ്യം സൗത്ത് ആഫ്രിക്കന്റെ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് അവരൊക്കെ അടങ്ങുന്ന വളരെ വിപുലമായ സംഗീത പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മെക്സിക്കോയിലായതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഇതില്ല. പക്ഷെ എന്നാലും TV-യിലൊക്കെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂറുകൾ, ഏതായാലും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. വളരെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാ ഇനോഗ്രേഷൻ പ്രോഗ്രാമുകളും, ഇത് ഒരു ജേണി അല്ലേ, ഒരു 1.5 മാസത്തോളം നമുക്കിനി ആഘോഷമാണ്. അപ്പൊ ആ ആഘോഷത്തിനുള്ള ഒരു തുടക്കമാണ് ഇന്ന്. അതെ, തീർച്ചയായിട്ടും ഇനി 1.5 മാസക്കാലം ആഘോഷം തന്നെയാണ്. ഒരു പന്തിന് ചുറ്റും ലോകം ഇങ്ങനെ പായുകയാണ്. ഇനി ഓരോ നിമിഷങ്ങളും തന്നെ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം തന്നെ. അമേരിക്കയിൽ നിന്ന് മീഡിയ വണ്ണിന് വേണ്ടി റിയാസ് പുതുമനയാണ് റിപ്പോർട്ട് ചെയ്തത്.